അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് അബ്ദുസ്സമദ് ഫൈസി കുറുമ്പൽ ഉസ്താദ് അവர்களാണ്. അതുപോലെ തന്നെ നമ്മുടെ സൽമാൻ അദ്വരി ഉസ്താദ്, സുഹൈർ അദ്വരി ഉസ്താദ്, അതുപോലെ ഞാൻ സിറാജ് വളാഞ്ചേരി. നമുക്ക് ഇന്നൊരു വീഡിയോ കേൾക്കാം ആദ്യം, എന്നിട്ട് അതിനെ കുറിച്ചിട്ടൊന്ന് വിശകലനം നടത്താം. സമുദായ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കാൻ ഇപ്പോൾ നോക്കൂ, മുനമ്പം വഖഫ് വിഷയം വന്നു. മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നില്ല, എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല, അത് അഭിവന്ദ്യരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഒറ്റ കാര്യം, സമുദായത്തിൻ്റെ നേതൃത്വം മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ള നേതാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ആ വിഷയത്തിൽ സൗഹൃദപരമായി രമ്യമായ പരിഹാരം വേണം. എന്തിനാ രമ്യമായ പരിഹാരം? അവിടെ കുടിയെടുപ്പ് നടത്തിയിട്ടുള്ള 400ഓളം വരുന്ന അവിടെയുള്ള ക്രൈസ്തവ സഹോദരന്മാർ ഭൂരിപക്ഷമുള്ള അവിടെയുള്ള ആ കുടികിടപ്പ് നടത്തുന്ന അവിടെ പാർക്കുന്ന ആ സഹോദരന്മാരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നിയമപരമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകാതെ പോവുകയോ ചെയ്യുന്നത് അത് അവരോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിയമപരമായും വസ്തുതാപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റും കോടതിയും തമ്മിലെടുക്കേണ്ട തീരുമാനങ്ങൾ അങ്ങനെ തീരുമാനിക്കുകയും അതേസമയം ഈ പാവപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രമ്യ പരിഹാരത്തിന് അതിന് ഗവൺമെൻറ്റിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ടാണ് ആ സംഘം പിരിഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ടതെന്താ? വഖഫാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പോലെയാണ് ചിലരുടെ പ്രസംഗങ്ങളും ചിലരുടെ എഴുത്തും വന്നത്. എന്തിനാണ് ആ എഴുത്ത്? ആ എഴുത്ത് എഴുതുമ്പോൾ നേരെ വെല്ലുവിളിക്കുന്നത് മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. അല്ല സിറാജെ, ഇതിപ്പോ കേൾപ്പിച്ച പ്രസംഗം എന്ന് പറഞ്ഞത് ആ നളന്ത കുട്ടികളൊക്കെ പാടെ കുറുവാ സംഘം എന്ന് അറിയണേ അവിടെ ഉള്ള പ്രസംഗം അല്ലേ? അതെ 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 അല്ലേ? അവിടെ നളന്ത ആ കുറുവാ സംഘം എന്നാ കുട്ടികൾ പറയണേ. ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ഒരു പ്രസംഗമാണത്. ഇതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട മുക്കമ്മർ ഫൈസി ഉസ്താദ്. അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ സുപ്രഭാതം എഡിറ്റോറിയലിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു വിശകലനം നടത്തുന്നത്. അല്ല, അതിലിപ്പോ പറഞ്ഞത് വഖഫാണ് എന്ന് എന്നാണ് പ്രഖ്യാപിക്കുക. അപ്പൊ വഖഫ് അല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വിഷയം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. അതൊരു വഖഫ് ഭൂമി അല്ല എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വഖഫാണ് എന്ന് പറഞ്ഞത് തെറ്റായി പോയി എന്നാണ് അപ്പൊ പറഞ്ഞതില്ലേ? വഖഫായി അതൊരു വഖഫിന്റെ ഗൗരവം അറിയുന്നത് ആ ഗൗരവത്തോടു കൂടി പറഞ്ഞത് ഒരു പാവം ചെയ്ത പോലെ, അത് പറയേണ്ട പത്രത്തില് അത് എഴുതിയത് അതെന്തൊരു വലിയൊരു കുറ്റം ചെയ്ത പോലെയാണ് ഇപ്പൊ പറഞ്ഞത്. എന്തോ സംഭവമാണല്ലോ, അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അതെ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തങ്ങൾക്കെതിരെ വരുത്തി തീർക്കും. അത് പറഞ്ഞ ശൈലി നേരത്തെ പാണക്കാട് തങ്ങൾക്കെതിരെ വരുത്തി തീർക്കുന്ന എന്ന രീതിയിൽ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കലും വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അതായത് നല്ലൊരു രീതിയിൽ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പരിശ്രമം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പല അദ്ദേഹത്തിന്റെ നേതാവാണ്, അദ്ദേഹം നടത്തിയേ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ്, അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതും ഈ ഒരു വിഷയവും തമ്മിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടും അതുപോലെ തന്നെ സുപ്രഭാതത്തിൽ വന്നതുമായിട്ട് പാണക്കാട് തങ്ങൾക്കെതിരെയാണ് എന്നുള്ളത് വരുന്നത്. പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് വരുത്തി തീർക്കുന്നത്. ആര് എന്ത് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതൊക്കെ ഇവര് പറയുമ്പോൾ ഇവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ശൈലിയിലേക്ക് എത്തുമ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയത്തിന്റെ ബേസിലാണ് അവർ പറയുന്നതെങ്കിൽ ലീഗിനെതിരെയായിട്ട് ചിത്രീകരിക്കുകയാണ്. എന്തൊരു കാര്യം! ഇപ്പോൾ മതവിധി പറയുമ്പോഴും ആ മതവിധിയെ ഒരു രാഷ്ട്രീയ വിരുദ്ധതയായിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു സമ്മേളനം നടത്തിയാൽ അത് ഒരു രാഷ്ട്രീയ വിരുദ്ധ സമ്മേളന രൂപത്തിൽ അല്ലെങ്കിൽ പാണക്കാട് വിരുദ്ധ സമ്മേളന രൂപത്തിൽ എന്താ പറയുക ചിത്രീകരിക്കുക. ഇങ്ങനത്തെ രീതിയിൽ അത് ആരും പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ പ്രസംഗിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് ആ ഒരു ശൈലിയിലേക്കായി മാറുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇതൊരു സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോവും. മതവിധി പറയുന്നത് പാണക്കാട് വിരോധവും ലീഗ് വിരോധവും ഒക്കെ ആയിട്ട് എങ്ങനെ മാറുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയാം. ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിയിട്ട് അവർക്കൊപ്പം ആളുണ്ടാക്കുന്നത്. അതായത് ഇത് നമ്മളുടെ ഈ ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടുകളും
ഇത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞതിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ CIC-യുടെ മെയിൻ തന്ത്രമായിരുന്നു രാഷ്ട്രീയവൽക്കരിക്കുക, രാഷ്ട്രീയത്തിനായിട്ട് ഇതിനെ തെറ്റിക്കുക. ഒരു മുസ്ലിം സമുദായം ഒരു കെട്ടുറപ്പുണ്ട്, അത് രാഷ്ട്രീയവും അതുപോലെ തന്നെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ തന്നെ ഉള്ള ഈ ഒരു സംവിധാനങ്ങളെ തെറ്റിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. അതിലവർ എനിക്ക് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമകാലിക വിഷയങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതന്നെയാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാണക്കാട് വിരുദ്ധതയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളിപ്പോലുള്ള ആളുകൾ തന്നെയാണ് പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുന്നവരും അവരെ ആദരിക്കാനും അവർ മാത്രമല്ല തങ്ങന്മാരെ അഹ്ലുൽ ബൈത്തിനെ ഒന്നാകെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. കേരളത്തിൽ വേറെ ഏത് സംഘടനയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലല്ലേ ഈ അഹ്ലുൽ ബൈത്തായിട്ട് തന്നെ അംഗീകരിക്കുന്നുള്ളൂ. വേറെ ഏതെങ്കിലും വഹാബികള് അഹ്ലുൽ ബൈത്തിനെ അംഗീകരിക്കുന്നുണ്ടോ? നബി പരമ്പര തന്നെ ഇല്ല എന്നുള്ള വാദക്കാരാണ് ഇവര്. ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇതിനെ ഇങ്ങനെ നമ്മളൊരു ആദരിച്ച് ബഹുമാനിച്ചു പോകുന്ന ഒരു സമൂഹം ഉണ്ടാവുമ്പോൾ പാണക്കാട് തങ്ങൾക്കെതിരെയാണ്, പാണക്കാട് വിരോധം കൊണ്ടാണ് എന്ന് വരുത്തി തീർത്ത അവരുടെ കൂടെ ഇതിൽ കണ്ടീഷനിൽ അത് ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന ചെറിയ വിഭാഗം സാധാരണക്കാർ അവരുടെ ട്രാപ്പിൽ പെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവിടെ യഥാർത്ഥത്തില് സുന്നത്ത് ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. സയ്യിദുമാരെ ആദരിക്കുക, ബഹുമാനിക്കുക. അതിൻ്റെ ഇടയിൽ അത് ദുരുപയോഗം ചെയ്ത് തങ്ങൾ നുഴഞ്ഞു കയറുക എന്നുള്ളതാണ് ഈ പ്രസംഗത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇവരിപ്പോ നളന്തയിൽ യോഗം ചേർന്നത് എന്തിനാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് വിമത പ്രവർത്തനം നടത്താനല്ലേ അവർ യോഗം ചേർന്നിട്ടുള്ളത്. അവിടെ എന്താണ് മുനമ്പത്തിന്റെ പ്രധാനം? മുനമ്പം എന്നുള്ളത് വഖഫാണ് എന്നുള്ളത് രേഖ പരിശോധിച്ചാൽ ആർക്കും അറിയാം. ഒന്ന് ഷാജിയും പറഞ്ഞത് വഖഫാണ്. അതുപോലെ തന്നെ അത് വഖഫാണ് എന്നുള്ള രേഖയിലുണ്ട്. അതേ ഉമർ ഫൈസി ഉസ്താദും പറഞ്ഞുള്ളൂ. പക്ഷെ നളന്തയിൽ കൂടിയത് വിമത പ്രവർത്തനം നടത്താനാ. ആദർശ സംരക്ഷണ സമിതി എന്നാ പണ്ട് നാട്ടിക മൂസൂരിൽ പറഞ്ഞു. അഹമ്മദ് ഖാദിയ മുസ്ലിം ജമാഅത്ത് എന്നോ എന്നാണ് ഒരു പറച്ചിലുണ്ട്. സത്യത്തിൽ അവർ കാഫിർ ജമാഅത്താണ്. അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് എന്നാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അവർ കാഫിർ ജമാഅത്താണ് എന്നതുപോലെ ആദർശ സംരക്ഷണ സമിതി എന്നാണ് ഒരു പേരിട്ടത്. ആദർശ നിഷ്കാസന സമിതിയാണത്. രണ്ടായാലും ഈ മുനമ്പം എന്തിനാണ് അവിടെ പറയുന്നത് സുഹരി? എന്താണ് ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഈ സംരക്ഷണവും അത് വഖഫാണ് എന്നുള്ളതിൽ മൂല്യന്മാർക്ക് ആർക്കും തർക്കണ്ടാണ്ട വിഷയമല്ലല്ലോ. അല്ല, അതെ, ഈ മുനമ്പം എന്ന് മാത്രല്ല, ഓണംപള്ളി മുഹമ്മദ് ഫൈസിയെ നമ്മൾ കുറെ കാണാൻ തുടങ്ങിയ ആളാണ്. ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ പ്രസംഗം വളരെ അർത്ഥവത്തായ ചിന്തോദ്ദീപമായ നല്ല പ്രഭാഷണങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ സമസ്തയിൽ കുട്ടിക്കളി കളിക്കാൻ നിന്നാല് നാവ് പോലും പേച്ചു പോകും, കടിഞ്ഞാൻ നഷ്ടപ്പെടും. നളന്തയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ തന്നെ 2 വീഡിയോ ചെയ്ത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇനി പാർട്ട് 4 ഒക്കെ ഇറങ്ങാത്തത്. നേരം കിട്ടുന്നില്ല. ഇവര് ഇനി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ഇനി വേറെ പരിപാടി ഒന്നും വെക്കാതിരിക്കട്ടെ എന്നാണ് നമ്മളിപ്പോ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇപ്പോതാ ഇവിടെ മുനമ്പം വിഷയത്തില് മുസ്ലിം നേതൃത്വം എന്നുള്ള ആൾക്ക് മുസ്ലിം നേതാക്കന്മാര്, ഇപ്പൊ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രം എന്ന് പറയണ്ട, തങ്ങൾ മാത്രമല്ലല്ലോ, പല സംഘടനകളുടെയും പ്രതിനിധികൾ, സമസ്തന്റെയും പ്രതിനിധിയുണ്ട്, ഉൾപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കുപോക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ നീക്കുപോക്കിന് തുരങ്കം വെക്കുന്ന പ്രസംഗമാണ് സമസ്തയുടെ സെക്രട്ടറി നടത്തിയത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിം പൊതു പ്ലാറ്റ്ഫോമിന് എതിരാണ്, പൊതു നേതൃത്വത്തിന് എതിരാണ് സമസ്തയുടെ നേതൃത്വം എന്ന് ആരെയാണ് ഈ ബോധ്യപ്പെടുത്തുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം? ഇവരാണെങ്കിൽ ആദർശം സംരക്ഷിക്കാൻ വന്നവരുമാണ്. അതെ. അപ്പോ എന്നാൽ ഉമർ ഫൈസി ഉസ്താദ് എന്താ? ഉമർ ഫൈസി വളരെ ഖണ്ഡിതമായി ആ വിഷയത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും സൂക്ഷ്മമായി പഠനം നടത്തിയ ശേഷമാണ് ഉമർ പഠനം നടത്തിയിട്ടുള്ളത്. വെറുതെ പറഞ്ഞല്ല സംസാരിച്ചിട്ടുള്ളത്.
അതോടൊപ്പം ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത് അത് വഖഫാണ് എന്നാണ്. ഇവിടെ ഓണംപള്ളി സംസാരിക്കുമ്പോൾ അത് വഖഫ് അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാണ് തോന്നുന്നത്. ആ സംസാരത്തിന്റെ ധ്വനി അങ്ങനെയാണ്. അത് വഖഫാണ് എന്ന് സമർത്ഥിച്ചു എന്ന് മാത്രമല്ല യുദ്ധാഹ്വാനം ചെയ്യാണെന്നാ പറഞ്ഞത്. ഉമർ ഫൈസി ഉസ്താദ് ഒരു യുദ്ധാഹ്വാനം നടത്തില്ല. ഇയാള് പറഞ്ഞത് വാക്കാലെയാണ്. ഉമർ ഫൈസി ഉസ്താദ് സൊല്യൂഷനാ പറഞ്ഞത്. അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു വേദനയും ഇല്ലാത്ത നിലക്ക്, ഒരു വിഷമവും ഇല്ലാത്ത നിലക്ക് പകരം സംവിധാനം ആരാ കൊടുക്കേണ്ടത്? ഈ ഭൂമി ഈ രൂപത്തിൽ കൈകാര്യം ചെയ്ത ആളുകൾ, അതിന് കാരണക്കാരാരാണോ അവരെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് ഈ ആളുകൾ സംരക്ഷിക്കണം. ന്യായമായ ഒരു സംസാരമാണ്. കാരണം ഫാറൂഖ് കോളേജിന് വഖഫ് നൽകപ്പെട്ട ഭൂമി അത് വഹാബികളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വഹാബികൾക്ക് എന്ത് വഖഫ്? അങ്ങനെ വഖഫിലും ഒരു സംവിധാനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ മുഹീദ്ദീൻ പള്ളിയിൽ നിന്ന് വഹാബികളുടെ കയ്യിലാവില്ലല്ലോ. അപ്പോ വഹാബികള് അവര് പല ആളുകളും, നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളൊക്കെ പോകേണ്ട കാര്യമില്ല. കാരണം അതിന്റെ നിയമവശങ്ങളും മറ്റൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, സർക്കാരും കോടതിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ സംസാരിക്കേണ്ടല്ല. നമ്മളെ വിഷയം ഓണംപള്ളിന്റെ സംസാരം വന്നത്. അപ്പോ അവിടെ അത് പല ആളുകളും അത് എന്ത് ചെയ്തു? പ്രൈവറ്റ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നത് പോലെ അത് വിറ്റ് കാശാക്കിയതാണ്. വഖഫിനെ ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിൽ തെറ്റായ നീക്കത്തിലൂടെ അവരത് വിറ്റ് കാശാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആളുകൾ. അവര് ആരാണോ കുറ്റക്കാരെന്ന് കണ്ടെത്തി അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് ഈ സാധുക്കളെ സംരക്ഷിക്കണം. ആ ഭൂമി വഖഫാണ്, വഖഫ് അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഇതാണ് ഉമർ ഫൈസി പറഞ്ഞത്. ഇതിനെ വളരെ സമർത്ഥമായി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അത് വഖഫാണ് എന്ന് സമർത്ഥിക്കുക മാത്രമല്ല യുദ്ധാഹ്വാനം നടത്തുക എന്നാ പറഞ്ഞത്. എന്താണ് ഓണംപള്ളി ശരിക്കും ആരുടെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത് എന്നത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം വളരെ ഒരു ലോജിക്കും ഇല്ലാതെ, ഒരു ബന്ധമില്ലാതെ അദ്ദേഹം ഇത് കൊണ്ടുപോയി കെട്ടുന്നത് പാണക്കാട് വിരുദ്ധതയാണ്, തങ്ങളോടുള്ള വെല്ലുവിളിയാണിത്. അതെന്താ? മുനമ്പം വഖഫ് പാണക്കാട് തങ്ങളാണോ വിറ്റത്? പിന്നെ എങ്ങനെയാ പാണക്കാട് തങ്ങൾക്കെതിരായത്? മുനമ്പം വഖഫ് ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തിയോ? ഇല്ല, ഒരിക്കലും. പിന്നെ എങ്ങനെയാണ് ഇത് തങ്ങൾക്കെതിരായത്? അപ്പോ ഇതൊക്കെ ഈ രീതിയിലാണ് ഇവര് മൊത്തത്തിൽ ഇവരുടെ പണി സ്വഭാവം മനസ്സിലാക്കാൻ ഈ ഒറ്റ സംഭവം മതി. ഈ രീതിയിലാണ് ഇവർ ഈ കൗമിനെ വികാരം ഇളക്കി വിട്ടിട്ട് സമസ്തക്കാരൊക്കെ പാണക്കാട് തങ്ങൾക്കെതിരാണ്, സമസ്തന്റെ സെക്രട്ടറി പാണക്കാട് മുക്കം ഉമർ ഫൈസി മൂപ്പര് ലീഗ് വിരുദ്ധനാണ്, മുക്കം ഉമർ ഫൈസി മൂപ്പര് പാണക്കാട് വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കുന്ന ഇമാതിരി ഒരു ലോജിക്കും ഇല്ലാത്ത തന്റെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് കൗമിനെ എന്ത് ചെയ്യാണ്? തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം. ഇതാണ് ഓണംപള്ളിനെ പോലത്തെ ആളുകൾ വരെ ഇമാതിരി കുപ്പായിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ ഇടയിൽ എനിക്ക് ചോദിക്കാണ്ട്, നമ്മളെ പ്രതിപക്ഷ നേതാവ് മുനമ്പം വഖഫല്ല പറഞ്ഞു. അപ്പൊ ഓണംപള്ളി പോലത്തെ പണ്ഡിതന്മാരെ തന്നെ പറയുമ്പോ ചിലപ്പോ ഇന്ന് അത് ഈ ഓണംപള്ളിന്റെ ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ കാര്യങ്ങൾ എവിടെ എത്തി? അത് വളരെ സംഭവമല്ലേ. ഇപ്പൊ സുപ്രഭാതം എഴുതിയെടുത്ത് മുക്കം ഉമർ ഫൈസി പറഞ്ഞെടുത്താണ് ഇപ്പോ പന്ത് എത്തി നിൽക്കുന്നത്. കെ എം ഷാജി വളരെ അഖണ്ഡിതമായിട്ട് ഫാറൂഖ് കോളേജിന്റെ കമ്മിറ്റി അത് വഖഫ് അല്ല എന്ന് പറഞ്ഞതിനെ രൂക്ഷമായി വിമർശിച്ചു. എങ്ങനെ അവരങ്ങനെ പറയാ? അവരാണതിൽ പ്രതി എന്നുള്ളിടത്താണ് ഷാജിന്റെ സംസാരം. രണ്ടാമത് അത് വഖഫ് തന്നെയാണ്, വഖഫ് തന്നെയാണ് എന്നല്ലേ മുക്കം ഉമർ ഫൈസിയും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അതന്നെ ലേഖനം വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒരു വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന നളന്ത വിമത വിഭാഗത്തോട് നമുക്കുള്ളത്, കുട്ടികളെ ഭാഷയിൽ പറഞ്ഞ കുറുവ സംഘത്തോട് നിങ്ങള് ഒരു പ്രാവശ്യം കൂടെ നളന്തയിൽ ഒരുമിച്ച് കൂടുക. നമ്മളെ ഓണംപള്ളി മുഹമ്മദ് ഫൈസിക്ക് ഒരു പ്രാവശ്യം കൂടെ വേദി കൊടുക്കുക. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജിയുടെ സംസാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പുതിയ മദ്ഹബ് എന്താണ് എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്, അല്ലേ? അതെ. ഇനിയിപ്പോ ഷാജി പാണക്കാട് വിരുദ്ധനായോ എന്നുള്ള പദവി മൂപ്പരത്ത് കിട്ടേണ്ടതുണ്ട്, അതും കിട്ടേണ്ടതുണ്ട്. അതെ അതെ അതെ, ഷാജി വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് വിരുദ്ധതയാണ് വന്നതെങ്കിൽ ആ ഫത്വി കൂടി യുദ്ധപ്രഖ്യാപനം ഇതൊക്കെ ഷാജിക്കും ബാധകമാണല്ലോ. ഏതായാലും ഈ രീതിയിലാണ് ഇത്തരം ആളുകൾ
കൊട്ടാര പണ്ഡിതന്മാർ, അങ്ങനെ തന്നെ പറയാം അല്ലെ, അതെ, correct. കൊട്ടാര പണ്ഡിതന്മാർ അവസരത്തിനനുസരിച്ച് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഈ പൊതുസമൂഹത്തെ, മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഒരു കറക്റ്റ് വേർഷനാണ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നളന്ദ വിമത വിഭാഗത്തിന്റെ മീറ്റിംഗിൽ ഓണംപുള്ളിയുടെ സംസാരം. ഇത് എല്ലാവരും ഒന്ന് തിരിച്ചറിയാൻ നല്ലതാണ്. സൽമാൻ അസരി ഉസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു വിഷയം നളന്ദയിൽ കൂടിയ ആ ഒരു സംഘം പറഞ്ഞ കാര്യങ്ങൾ, മുനമ്പം വിഷയത്തില് 1-ാം പ്രതി യഥാർത്ഥത്തിൽ ഫാറൂഖ് കോളേജിന്റെ അധികൃതരാണ്. അത് വിറ്റു തൊലച്ചവർക്കെതിരെയോ അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി നടപടി എടുക്കണമെന്നോ ഈ സംഘം എവിടെയും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യവും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവര് പറഞ്ഞത് വഖഫാണ് എന്ന് സമർത്ഥിച്ച ഉമർ ഫൈസി ഉസ്താദിനെതിരെയും അതുപോലെ അത് സുപ്രഭാതത്തിൽ വന്ന ലേഖനത്തിനെതിരെയായിരുന്നു അവരുടെ പ്രതികളെ സംരക്ഷിക്കുക. പ്രതികളെ യഥാർത്ഥത്തിൽ ഇവര് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ മറച്ചു പിടിക്കുകയാണ്. എന്നാൽ ഇന്ന് KM ഷാജി സാഹിബ് പറഞ്ഞ് ഇതിനെതിരെ ഈ വഖഫ് വിറ്റു തൊലച്ചവർക്കെതിരെ നടപടി എടുക്കണം. അത് തന്നെയാണ് ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത്. അത് തന്നെയാണ് സുപ്രഭാതത്തിൽ എഴുതിയത്. അപ്പോ കാര്യങ്ങൾ കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ്. പക്ഷെ ഇവര് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിനിടയിൽ ഇത്തരം പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ട് സമൂഹത്തെ ഈ ഒരു സമസ്ത നേതൃത്വത്തിനെതിരെയാക്കുക, പ്രത്യേകിച്ച് സമസ്തയുടെ നേതാക്കളായിട്ടുള്ള സെക്രട്ടറി കൂടെ ആയിട്ടുള്ള ഉമർ ഫൈസി ഉസ്താദിനെതിരെ, ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ സുപ്രഭാതത്തിനെതിരെ ആക്കുക. ഇത് അവരുടെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു സമസ്ത നേതൃത്വം തിരിച്ചുവിടാനുള്ള ഒരു പദ്ധതികളാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നത്. അല്ല, പ്രഭാഷണങ്ങൾ നടക്കുന്നത് മാത്രമല്ല, അതിന്റെ കൃത്യമായ ഒരു നേര് ചിത്രമാണ് ഈ കണ്ടത്. അതെ അതെ അതെ. ഒരു വിഷയത്തെ എങ്ങനെ പാണക്കാട് വിരുദ്ധത ചാർത്തുന്നു, ലീഗ് വിരുദ്ധത ചാർത്തുന്നു എന്നതിന്റെ കൃത്യമായ ഒരു വേർഷനാണ് ഈ മുനമ്പം വിഷയത്തിൽ. ഇപ്പോ ഓണംപുള്ളി എല്ലാ വിരുദ്ധത്തിന്റെ അവസ്ഥ തന്നെയാണ്. അതാ ഇത് പൊതുസമൂഹം മനസ്സിലാക്കണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ ആരും തന്നെ ഈ സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ ഇറക്കി വിട്ട് അവർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കാതെ ഇറക്കി വിടണമെന്നോ ഇതൊന്നും നമ്മുടെ നിലപാടല്ലല്ലോ. അവിടെ യഥാർത്ഥത്തിലുള്ള താമസക്കാരായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ പാവപ്പെട്ട ടീം, അവര് നിരപരാധികളാണ്. അത് തന്നെയാണ് സമസ്തയുടെ ആളുകളും പറയുന്നത്, നമ്മുടെ സമസ്ത നേതാക്കളും പറയുന്നത് അവര് നിരപരാധികളാണ്. പക്ഷെ ഓണംപള്ളിന്റെ അവതരണം കണ്ടാൽ അവിടെ പാവപ്പെട്ട കുറെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവർക്കെതിരെയാണ് സമസ്തയുടെ നേതൃത്വം സംസാരിച്ചതെന്നൊക്കെയാണ് തോന്നുന്നത്. ആ രീതിയിലാണ് വരുത്തി തീർക്കുകയാണ്. അവരെ യഥാർത്ഥത്തിൽ കുറ്റക്കാരല്ലല്ലോ. ഇതിൽ 1-ാം പ്രതി യഥാർത്ഥത്തിൽ ഫാറൂഖ് കോളേജ് ഇത് വിറ്റു തൊലച്ച വഖഫായിക്കൊണ്ട് ഇത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ലാത്ത മുതല് ഇവരെന്തുകൊണ്ട് ചെയ്തു? അത് ഏതാണ്? സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്, നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ ചെയ്തത്. അതങ്ങനെ പിന്നെ അന്യ സമുദായത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് വല്ലതും അറിയില്ല. അവർക്ക് ഇത് വഖഫാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാതെ ഇത് ക്രയവിക്രയം നടത്തിയവരല്ലേ ഇതിൽ 1-ാം പ്രതി. അവർക്കെതിരെ നടപടി ആവശ്യപ്പെടേണ്ടതിന് പകരം ഇവർ സമസ്ത നേതൃത്വത്തിനെതിരെ സമൂഹത്തെ ഇളക്കി വിടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എനിക്കിപ്പോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്നറിയോ, നമ്മള് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഒലക്കിയും പാന്തോനും ഏച്ചുകൂട്ടിയ മാതിരി എന്ന് പറഞ്ഞ പോലെ പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, ഇത് പഴഞ്ചൊല്ലാണ്. അല്ല, ഇതേ പ്രസംഗത്തില് ഇദ്ദേഹം തന്നെ ഒലക്ക എന്നത് ഭയങ്കര ഒരു കേൾക്കാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന വാക്കായിട്ട്, എവിടെ ചെലക്കാന്ന് പറയാം, ചെലക്കാന്ന് മൂപ്പരുടെ ഒരു സാഹിത്യം. ഓണംപള്ളി ഫേസ്ബുക്കിൽ എഴുതിയതാണത്. ചിലക്കുക എന്നത് സാഹിത്യമാണ്, ഓണംപള്ളി എഴുതിയതായതുകൊണ്ട് ഒലക്ക എന്നത് സമസ്തന്റെ ഒരു പണ്ഡിതൻ പറഞ്ഞതുകൊണ്ട് അത് ഭയങ്കരമായ. പക്ഷെ പഴഞ്ചൊല്ലി ഒലക്കയും പാന്തോനും തന്നെയാണ്. അതിനിപ്പോ എന്താ കാട്ടുക? എന്നതുപോലെ പരസ്പരം ഒരു നിലക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത പ്രസംഗങ്ങളെ തിരിച്ചുവിട്ട് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുക. പക്ഷെ എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഓണംപള്ളി എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും പറയേണ്ട ആളല്ല, അദ്ദേഹം ഇതൊന്നും പ്രസംഗിക്കേണ്ട ആളല്ല. നേരത്തെ തുടക്കത്തിൽ സൽമാൻ അസ്ഹരി പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് എതിരെ നീങ്ങിയപ്പോൾ അവർക്കുള്ള ഇലാഹിയായ തൗഫീഖുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുസമൂഹത്തിനോട് നമുക്ക് പറയാനുള്ളത്, ഇത്തരക്കാരുടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ കേട്ട് വെറുതെ സമയം കളയാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുക. ഇവിടെ ആരും
ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിനോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അല്ലെങ്കിൽ മുസ്ലിം കൈരളിയുടെ പിന്നെ രാഷ്ട്രീയ ശക്തിക്കോ എതിരല്ല, ഒരു ശക്തിക്കും എതിരല്ല. ഹക്കായ നിലക്ക് നമ്മളൊക്കെ മുമ്പ് മുന്നോട്ട് പോയതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത്തരക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും കുത്തിത്തിരിപ്പുകളിൽ നിന്നും നമ്മൾ മോചനം നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം.